മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഉള്ളിത്തീയലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയിട്ട് അത് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ കുറച്ചധികം തേങ്ങ വേണം. ഒരു 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പമായാലും കുഴപ്പമൊന്നുമില്ല. വാളൻപുളി എടുത്തിട്ട് അതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 4 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ തീയൽ റെഡിയാക്കി എടുക്കുന്നത്. ഈ നാളികേരം നമുക്ക് ഒരേ വലുപ്പത്തിലായി കിട്ടുന്നത് വറുത്ത് നേരെയാക്കി എടുക്കണം. അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. കൂടുതൽ അരഞ്ഞു പോവരുത്. ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാനുള്ള സൗകര്യത്തിന് വയ്ക്കാം. ഒരു പാന് വെച്ചിട്ട് ഞാൻ നേരെയാക്കി എടുത്തിട്ടുള്ള നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് സാവധാനത്തിൽ നമുക്ക് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് ഇളക്കി നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നാളികേരം വറുത്തെടുക്കണം. അതിലിടയ്ക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ നാളികേരം എത്രത്തോളം നന്നായിട്ട് വറുത്തരയ്ക്കുന്നു എന്നുള്ളതിലാണ് ഈ തീയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് കരിയാതെ പാകത്തിന് നമ്മൾ തീയൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കണം. ഒരു വിധം ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ പോരാ, അതിനും കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി, മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുഴുവനായിട്ടുള്ള മല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ മുളകായാലും മുഴുവൻ മുളകായിട്ടും ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. നമ്മുടെ അടുത്തുള്ളതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. നാളികേരം നന്നായി മൂത്ത് വന്ന ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നാളികേരം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പാനിൻ്റെ ചൂടിലും അതുപോലെ നാളികേരത്തിൻ്റെ ചൂടിലുമായിട്ട് വേണം ഈ പൊടികളൊന്ന് വറുത്തെടുക്കാൻ. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്തു. ഞാൻ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തത്. എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളെ രുചിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതാണ്. അതൊന്നും കൂടി നന്നായിട്ട് ഇതുപോലെ വറുത്ത് മൂപ്പിച്ച് എടുക്കണം. ഇനി അഥവാ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുകയാണെങ്കിലും പൊടികൾ മൂത്ത് കിട്ടണമെങ്കിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. കരിയാതെ വളരെ ശ്രദ്ധിക്കണം. അതിന് ശേഷം അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം പൊടികളുടെ. അതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചുള്ള പൊടി. ഇനി അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നാളികേരത്തിൻ്റെ വറവിലും അതുപോലെ ഇത് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നതിലാണ് ഈ തീയലിൻ്റെ രുചി കൂടുന്നത്. അതുകൊണ്ട് അരയ്ക്കുമ്പോഴും നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാതെ ഞാനിതൊന്ന് കറക്കിയെടുത്തതാണിത്. ഇതിൽ ഈ എണ്ണ നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചു കൊടുക്കരുത്. എങ്ങാനും ഇത് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 സ്പൂണോ 2 ടീസ്പൂണോ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളത്തിൽ ഇത് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ എനിക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അരയണം കണ്ടോ, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു. കാരണം നന്നായിട്ട് അരച്ചെടുക്കാനാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്കിനി തീയൽ വെക്കാനായിട്ട് നോക്കാം. ഒരു മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഉലുവ ഒന്ന് മൂത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം വേണം ഒരു 2-3 വറ്റൽമുളക് മുറിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള മുളക് മൂത്ത ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ചട്ടിയിലേക്ക് ചേർത്തു. ഇനി നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം.
നന്നായിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് തന്നെ അത് വഴണ്ട് കിട്ടണം. ഇതുപോലെ 2-3-4 മിനിറ്റ് നേരം അത് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഈ മൺചട്ടിയിലായതുകൊണ്ട് നമുക്കത് ഇരുന്ന് നന്നായി കുറുകി പാകത്തിന് വറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ മൺചട്ടി തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തത്. ഇതുപോലെ നമുക്ക് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ആദ്യം പൊടികൾ ചേർത്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഈ സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പാണ്. വേണ്ടത്ര ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് അവസാനം കമ്മിയാണ് തോന്നുകയാണെങ്കിൽ ചേർത്താൽ മതി. അതോ ഈ ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു വിധം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പുളി ഞാൻ പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി നന്നായിട്ട് ചേർത്ത ശേഷം ഒന്ന് വെട്ടി തിളച്ചിട്ട് നമുക്കതൊന്ന് കിട്ടണം. അതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സമയത്തൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകമില്ലെങ്കിൽ ഒരു ലേശം ഇട്ട് കൊടുക്കാം. കുറവാണ് തോന്നുകയാണെങ്കിൽ. പാകമാണെങ്കിൽ നമുക്കത് അടച്ച് വെക്കുകയാണ് വേണ്ടത്. ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2-3-4 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവിച്ചു. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുകയാണ്. അതിൻ്റെ ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചാൽ മതി. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു ചൂടായിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം മിക്സിയുടെ ജാറിൽ നിന്ന് മുഴുവനായിട്ടും കിട്ടും. അതൊഴിച്ചു കൊടുത്തു. വീണ്ടും നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെക്കണം. ഉള്ളി ഇപ്പോൾ ഒരു വിധം 3/4 ഭാഗത്തോളമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചു. 2-3 മിനിറ്റ് ആവാം. ഈ ചട്ടിയിലായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ തീയൽ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഒന്നും കൂടി കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയും തിളച്ചിട്ടാണ് എടുക്കണുള്ളൂ. ഈ ചട്ടിയിലിരുന്നത് കൊണ്ട് അതൊന്നും കൂടി നന്നായിട്ട് വറ്റി കിട്ടും. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ആണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ കടുക് വറക്കണ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിത് അവസാനമാണ് ചെയ്തത്. ഒരു 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ച ശേഷം നമുക്കിത് ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ കുറുകി വന്ന പാകത്തിനായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഉള്ളി എല്ലാവരുടെ വീട്ടിലും നമുക്ക് ഉള്ളിയൊക്കെ ഉണ്ടാവും എന്തായാലും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാനൊന്നും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.